Hello and welcome back to another beautiful episode of Adis World. അപ്പോൾ എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത്. കഴിഞ്ഞ ദിവസം ഞാനൊരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു നമ്മുടെ റോസ് വാട്ടറിനെ പറ്റി. എങ്ങനെയാണ് റോസ് വാട്ടർ സെലക്ട് ചെയ്തെടുക്കേണ്ടത്, അത് സ്കിന്നിൽ എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത്, എങ്ങനെയാണ് യൂസ് ചെയ്യുന്നത്, ഏതൊക്കെ സ്കിൻ ടൈപ്പിന് യൂസ് ചെയ്യാം എന്നുള്ളതിനെ പറ്റിയുള്ള ഡീറ്റെയിൽഡ് വീഡിയോ ഓൾറെഡി അപ്ലോഡ് ചെയ്ത് കഴിഞ്ഞു. അത് കാണാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് പോയി കണ്ടു നോക്കുക. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഈ റോസ് വാട്ടർ തന്നെ നമ്മുടെ ഹെയറിലും യൂസ് ചെയ്യാം, ഹെഡിലും യൂസ് ചെയ്യാം, ഒരു കുഴപ്പമില്ല. അപ്പോൾ ഇത് നമ്മുടെ തലയിൽ അപ്ലൈ ചെയ്യുന്നതുകൊണ്ട് എന്തൊക്കെ ഗുണങ്ങളാണ് നമുക്ക് കിട്ടുന്നതെന്ന് നോക്കാം. സ്കിന്നിലും മാത്രമല്ല, സ്കിന്നിൽ എന്തൊക്കെ ഗുണങ്ങൾ റോസ് വാട്ടർ അപ്ലൈ ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്നുവോ അതേ ഗുണങ്ങൾ തന്നെ ഹെയറിൽ നമുക്ക് അപ്ലൈ ചെയ്യുമ്പോഴും കിട്ടുന്നതാണ്. അതായത് നമ്മൾ ഇടയ്ക്കൊക്കെ ഒന്ന് തലയിൽ അപ്ലൈ ചെയ്ത് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ എന്തെങ്കിലും ഡാൻഡ്രഫ് ഒക്കെ ഉണ്ടെങ്കിൽ ഒന്ന് കുറയ്ക്കാനായിട്ട് ഹെൽപ്പ് ചെയ്യും. ഇച്ചിങ്ങും എന്തെങ്കിലും ചിലർക്ക് കുരു പോലെയുള്ളതും എന്തെങ്കിലും ഇറിറ്റേഷൻസും ഒക്കെ ഉണ്ടെങ്കിൽ അതൊന്ന് കാം ഡൗൺ ചെയ്യാനായിട്ട് ഹെൽപ്പ് ചെയ്യും. നമ്മുടെ തല എപ്പോഴും തലയുടെ ഈ ഒരു ഹെയറിൻ്റെ റൂട്ടൊക്കെ ഒന്ന് എപ്പോഴും ഒന്ന് നല്ല ഹൈഡ്രേറ്റഡ് ആക്കി ഇരിക്കാനായിട്ട് ഹെൽപ്പ് ചെയ്യും. നല്ല സോഫ്റ്റ് ആയിട്ടിരിക്കാൻ ഹെൽപ്പ് ചെയ്യും. ഹെയർ ഒന്ന് സ്മൂത്ത് ആവാനായിട്ട് ഹെൽപ്പ് ചെയ്യും. ഫ്രിസിനെസ് ഒക്കെ ഒന്ന് കുറയ്ക്കാനായിട്ട് ഹെൽപ്പ് ചെയ്യും. അത് ചകിരി പോലെ ഇരിക്കുന്ന ആ ഒരു ഹെയർ കണ്ടീഷനൊക്കെ ഒന്ന് മാറ്റിയിട്ട് നല്ല സോഫ്റ്റ് ആൻഡ് ഹൈഡ്രേറ്റഡ് ആയിട്ടുള്ള ഹെയർ കിട്ടാനായിട്ടൊക്കെ ഹെൽപ്പ് ചെയ്യും കേട്ടോ. നമ്മൾ ഷാംപൂ അപ്ലൈ ചെയ്തതിന് ശേഷം കണ്ടീഷണർ അപ്ലൈ ചെയ്യുന്ന ആൾക്കാരാണ്. അപ്പോൾ ഷാംപൂ അപ്ലൈ ചെയ്തതിന് ശേഷം നമുക്ക് റോസ് വാട്ടർ നമ്മുടെ ഹെയറിൽ ഒരു നാച്ചുറൽ കണ്ടീഷണറായിട്ട് അപ്ലൈ ചെയ്യും. അത് നമ്മുടെ ഹെയറിൽ ഒരു നാച്ചുറൽ ഹൈഡ്രേഷൻ നൽകുകയും ഒരു നല്ല ഫ്രേഗ്രൻസ് തരികയും ഒക്കെ ചെയ്യും. നമ്മുടെ മുടി നല്ല സോഫ്റ്റ് ആയിട്ടിരിക്കാനും ആയിട്ടും ഹെൽപ്പ് ചെയ്യും. ഇനി ഇങ്ങനെയല്ല എന്നുണ്ടെങ്കിൽ നമ്മൾ ഷാംപൂ ചെയ്തതിന് ശേഷം കണ്ടീഷണറും അപ്ലൈ ചെയ്തതിന് ശേഷം ഈക്വൽ എമൗണ്ട് ഓഫ് വാട്ടറും റോസ് വാട്ടറും മിക്സ് ചെയ്ത് തലയിൽ മുടിയിലൊക്കെ ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ അങ്ങനെ ആയാലും നമ്മുടെ മുടിയിൽ നല്ല ഹൈഡ്രേഷനും നല്ല ഫ്രിസ്നെസ് കുറയ്ക്കാനായിട്ടും ഒക്കെ ഹെൽപ്പ് ചെയ്യുന്നതാണ്. ഇനി വേറൊരു രീതിയിൽ നമുക്ക് തലമുടിയിൽ അപ്ലൈ ചെയ്ത് കൊടുക്കാനായിട്ട് പറ്റും. നമ്മൾ കോക്കനട്ട് ഓയിൽ ഏതെങ്കിലും ഓയിൽ നിങ്ങൾ തലയിൽ അപ്ലൈ ചെയ്യുന്ന കൂട്ടത്തിൽ കുറച്ച് റോസ് വാട്ടർ കൂടി മിക്സ് ചെയ്ത് അപ്ലൈ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അതിന് ശേഷം ഒരു അരമണിക്കൂറോ ഒരു മണിക്കൂറോ ഒക്കെ വെച്ചിട്ട് ശേഷം മുടി കഴുകി കളയുകയാണെന്നുണ്ടെങ്കിൽ അങ്ങനെ ചെയ്യുന്നതും നമ്മുടെ മുടിയുടെ ഫ്രിസ്നെസ് ഒക്കെ ഒന്ന് കുറയ്ക്കാനായിട്ട് ഹെൽപ്പ് ചെയ്യും കേട്ടോ. അപ്പോൾ സ്കിന്നിന് മാത്രമല്ല ഹെയറിലും റോസ് വാട്ടർ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ ഹെയറിനും നമ്മുടെ സ്കിന്നിൽ തരുന്ന അതേപോലെയുള്ള ഗുണങ്ങൾ നമുക്ക് കിട്ടുന്നതാണ്. അപ്പോൾ റോസ് വാട്ടർ ഒരു പ്യുവറായിട്ടുള്ള റോസ് വാട്ടർ എങ്ങനെ സെലക്ട് ചെയ്യണം എന്നുള്ളതൊക്കെ ഞാൻ ഓൾറെഡി വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അത് കാണാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ ഞാൻ പറയാം. റോസ് വാട്ടറിൻ്റെ ബോട്ടിലിൽ സ്റ്റീം ഡിസ്റ്റിൽഡ് അല്ലെങ്കിൽ ഡിസ്റ്റിൽഡ് റോസ് വാട്ടർ, അല്ലെങ്കിൽ റോസ് വാട്ടറിൻ്റെ ഇൻഗ്രീഡിയൻസ് ലിസ്റ്റിൽ പ്യൂരിഫൈഡ് വാട്ടർ അല്ലെങ്കിൽ റോസ് വാട്ടറിന് എഴുതിയിട്ടുള്ളത് മാത്രമേ നിങ്ങൾ സെലക്ട് ചെയ്ത് ഹെയറിലും ഒക്കെ ഡയറക്റ്റ് അപ്ലൈ ചെയ്യാനായിട്ട് പാടുള്ളൂ. അല്ലാതെ കിട്ടുന്നതൊക്കെ ഓരോ എസൻസ് ചേർത്ത് ആഡഡ് ഫ്രേഗ്രൻസും ആൽക്കഹോളും ഒക്കെ ചേർത്ത് ഉണ്ടാക്കുന്നതാണ്. അത് പ്യുവറായിട്ടുള്ള റോസ് വാട്ടർ അല്ല. അങ്ങനെയുള്ള റോസ് വാട്ടർ നമുക്ക് യൂസ് ചെയ്യാം ഡയറക്റ്റായിട്ടല്ല, ഏതെങ്കിലും പ്രോഡക്റ്റുകളുടെ കൂടെ മിക്സ് ചെയ്ത് മാത്രം. അപ്പോൾ റോസ് വാട്ടർ സെലക്ട് ചെയ്യുമ്പോൾ എല്ലാവരും പ്രത്യേകം ശ്രദ്ധിക്കാൻ മറക്കരുത് ഈ കാര്യങ്ങൾ. അപ്പോൾ നമ്മളിത് ഇങ്ങനെയൊക്കെ ഹെയറിൽ യൂസ് ചെയ്താൽ നമ്മുടെ സ്കിന്നും ഹെയറും ഒക്കെ ഹെൽത്തി ആക്കി ഇരിക്കാനായിട്ട് നമ്മുടെ റോസ് വാട്ടർ നമ്മളെ ഹെൽപ്പ് ചെയ്യും. അപ്പോൾ എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. ബൈ ബൈ, സീ യു.